PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച ഭാഗത്ത് നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്ത് നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ആദ്യത്തെ ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫ്രഞ്ച് വിപ്ലവം. ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, കേരളം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത്? ഓപ്ഷൻ സി, ചമ്പാരൻ. വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 3ഉം ആണ് തെറ്റിപ്പോയത്. വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത് എന്നുള്ളതും 1931 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എന്നതുമാണ് തെറ്റിപ്പോയത്. 2ഉം 4ഉം ശരിയാണ്. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ 1 ആണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്നുള്ളതും അതുപോലെ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നത് ശരിയാണ്. പിന്നെ ഇവിടെ 1729 തൃപ്പടിദാനം നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ PSC ഈ ഒരു ഉത്തരം നമുക്ക് ക്യാൻസൽ ചെയ്യാനാണ് ചാൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ 1ഉം 3ഉം 4ഉം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഉള്ളത്. 1 മാത്രം എന്ന് പറയാൻ പറ്റില്ല, കാരണം 1ഉം 3ഉം ശരിയാണ്. പക്ഷെ 4 എന്താണ്? തെറ്റാണ്. 1729 1750 തൃപ്പടിദാനം നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രസ്താവന തെറ്റായതുകൊണ്ട് ഈ ഒരു ചോദ്യം ഡിലീറ്റ് ആയിട്ട് പോകും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പഴശ്ശിരാജാവിന്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, സർദാർ KM പണിക്കർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, നൈട്രജൻ. അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. അതായത് കൽപ്പാക്കം എന്ന് പറയുന്നത് ആണവ നിലയം. ജാറിയ എല്ലാവർക്കും അറിയാം, കൽക്കരി ഖനനം. മധുര എന്താ? എണ്ണ ശുദ്ധീകരണശാല. നേപ്പാനഗർ എന്ന് പറയുന്നത് ന്യൂസ് പ്രിന്റ്. ഓക്കെ, അടുത്തത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, സുന്ദർബൻസ്, മഹാനദി, കൃഷ്ണ, ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ ഏത് വനങ്ങൾക്കാണ് പ്രസിദ്ധം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കണ്ടൽ വനങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാഗരിക ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. അടുത്തത്, തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ മേഘാവൃതമായ രാത്രികളേക്കാൾ കൂടുതൽ തണുപ്പ് തോന്നാൻ കാരണം? ഓപ്ഷൻ ബി ആണ്, ഭൗമതാപ വികിരണം. കേരളത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം ആണ് ശരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിംഗാനുപാതമുള്ള സംസ്ഥാനമാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം. ഇത് രണ്ടുമാണ് ശരി. ചെറുധാന്യങ്ങളുടെ വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, 2023 ആണ് മില്ലറ്റ് വർഷം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രസ്താവന 1ഉം 3ഉം ആണ് ശരി. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. കോർപ്പറേറ്റ് നികുതി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ്. ഇത് SCRT ഒരു ടേബിൾ ആണ് കേട്ടോ, അതിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ നഗരം? ഇതും SCRT ഫാക്റ്റ് ആണ്. ഓപ്ഷൻ ബി, മുംബൈ. അടുത്തത്, പുറം വാങ്ങൽ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആഗോളവൽക്കരണം. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്, PC മഹലനോബിസ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രസ്താവന 1ഉം 2ഉം ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ ആണ്. ഇവിടെ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് IISCO ആണ് കേട്ടോ. SCO ആണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് പറയുന്നത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ആണ് ശരി. ഏക പൗരത്വം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ്. അതുപോലെ മൗലിക കടമകൾ എന്ന് പറയുന്നത് USSRൽ നിന്നും കടമെടുത്തതാണ്. 1ഉം 4ഉം ആണ് ശരി. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓപ്ഷൻ എ സുകുമാർ സെൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, റവന്യൂ മന്ത്രിയാണ്. ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള അന്തർദേശീയ കരാറാണ് ഓപ്ഷൻ ബി റാംസർ കൺവെൻഷൻ. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഓപ്ഷൻ സി അനുയാത്ര. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബേരി. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൊല്ലം. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഓപ്ഷൻ ബി ആണ്, 42ാം ഭേദഗതിയാണ്. പഞ്ചായത്തി രാജിന് ഭരണഘടന അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ സി PK തുങ്കൻ കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ആണ്. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. സെൻസസ് അല്ലെങ്കിൽ കനേഷുമാരി ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി യൂണിയൻ ലിസ്റ്റ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ എ മാഗ്ന കാർട്ട. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 22. പ്ലാസ്റ്റിക് മാലിന്യത്തെ പുനഃചംക്രമണം ചെയ്തുണ്ടാക്കിയ വസ്തു ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പോളി ബ്ലെൻഡ്. താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് ബിഷ്ണോയ് വിഭാഗക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി വനസംരക്ഷണം. താഴെ പറയുന്നവയിൽ ദഹന ഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം ആണ്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി. ഹിപ്പോ ക്യാമ്പസ് എന്ന ശരീരഭാഗം ഏത് അവയവത്തിലാണ് കാണുന്നത്? ഓപ്ഷൻ എ തലച്ചോറ്. ഏത് രോഗം സ്ഥിരീകരിക്കുന്നതിനാണ് വൈഡൽ പരിശോധന ഉപയോഗിക്കുന്നത്? ടൈഫോയിഡ് ആണ്. ആൽഫ ഇന്റർഫെറോണുകളുടെ ഉപയോഗം ഓപ്ഷൻ ബി രോഗപ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു. ഏതു മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് 2022 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം? നമ്മൾ കോഡൊക്കെ യൂസ് ചെയ്ത് പഠിച്ചതാണ്. ഓപ്ഷൻ എ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിലെ കറക്കം നിലയ്ക്കുമ്പോൾ ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൂമധ്യരേഖയിലെ G കൂടുന്നു. ഒരു കോൺകേവ് ദർപ്പണത്തിനെ അതിന്റെ ഒപ്റ്റിക് അക്ഷത്തിൽ തിരശ്ചീനമായി പകുതിയായി മുറിച്ചാൽ അതിന്റെ ഫോക്കൽ ദൂരം എത്രയാവുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാപ്പിലറി കുഴലുകളിലൂടെയുള്ള ദ്രാവകത്തിന്റെ കേശിക ഉയർച്ചയ്ക്ക് കാരണമായത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രതലബലം. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഉയർന്ന നെഗറ്റീവ് ഇലക്ട്രോൺ ആർജിത എൻതാൽപി ഉള്ളത് എന്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്ലോറിൻ. 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ മോളുകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ സി ആണ്, മൊളാരിറ്റി. ചുവടെ നൽകിയിരിക്കുന്ന അയിരുകളിൽ അലുമിനിയം അടങ്ങിയിട്ടില്ലാത്തത് ഏത്? അലുമിനിയം അടങ്ങിയിട്ടില്ലാത്തത് സിഡറൈറ്റ്. വിദ്യുത് കാന്തിക സ്പെക്ട്രത്തിന്റെ ദൃശ്യമേഖലയിൽ കാണാനാവുന്ന ഹൈഡ്രജന്റെ സ്പെക്ട്രൽ രേഖകളുടെ ശ്രേണി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബാമർ. ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മുഹീദ്ദീൻ മാല. ഭൈരവി കോലം ഏതു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, പടയണി. പുളിയർമല ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ സി കൽപ്പറ്റ. 74ാം റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, അബ്ദുൽ ഖത്താഫ് ഖലീൽ അൽ സീസി. വ്യത്യസ്തമായത് തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. മാത്സ് ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചതുരസ്തംഭം. 2023 ഫെബ്രുവരി 14 ചൊവ്വയാഴ്ച ആയതിനാൽ 2023 ഒക്ടോബർ 3 ഏത് ദിവസമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ചൊവ്വ. ടൈഗർ എന്ന വാക്കിന് TEGIR എന്നെഴുതിയാൽ ഹോഴ്സ് എന്ന വാക്ക് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, HERSO. എ ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. ബി അതേ ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ എയും ബിയും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്, 40/9. താഴെ തന്നിരിക്കുന്നതിൽ ആദ്യ 2 ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 15.
ഒരാൾ പിയിൽ നിന്നും ക്യൂയിലേക്ക് ശരാശരി 60 km/h വേഗതയിൽ കാറിൽ സഞ്ചരിക്കുന്നു. ശരാശരി 90 km/h വേഗതയിൽ പിയിലേക്ക് മടങ്ങുന്നു. അയാളുടെ യാത്രയുടെ ശരാശരി വേഗത എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 72. x/2 + 1/4 3/4 ആയാൽ എക്സിന്റെ വില എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി 1. എ ബിയുടെ അമ്മയും സി ബിയുടെ സഹോദരനും ഡി സിയുടെ അച്ഛനുമായാൽ എ ഡിയുടെ ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ് ഭാര്യ. ശ്രേണിയിലെ അടുത്ത സംഖ്യ 1, 2, 5, 26. അടുത്ത സംഖ്യയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് 677. അടുത്ത ചോദ്യം, ശ്രേണിയിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. CF JIG KMN. അടുത്തതായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് OQR. അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ആണ്. ദ പ്രോജക്ട് റിപ്പോർട്ട് റിക്വയേഴ്സ് എ ക്ലിയർ ഐഡിയ. റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻഡ് വിത്ത് എ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദി ഓപ്ഷൻസ്. ക്ലിയർ ഐഡിയ എന്ന് പറയുന്ന വേർഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ് ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ക്ലാരിഫിക്കേഷൻ. I think she is a snake in the grass. The explanation of this sentence. ഇതിന്റെ explanation ഓപ്ഷൻ സി ആണ്. I think she is not trustworthy. The expansion of QR code. QR കോഡിന്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ക്വിക്ക് റെസ്പോൺസ് കോഡ്. The last 2 years have seen a dash of eateries in our street. ആൻസർ ഓപ്ഷൻ ഡി ആണ് proliferation. He went to Chennai dash train. എന്താണ് ഇവിടെ വരിക? ഉത്തരം ഓപ്ഷൻ സി ആണ് ബൈ ട്രെയിൻ ആണ് വരുന്നത്. ഡിഫറെന്റ് പീപ്പിൾ ഡാഷ് ഡിഫറെന്റ് ഡ്രീംസ് ആൻഡ് ആസ്പിരേഷൻസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഹാവ് ആണ് വരിക. ഹാവ്. അടുത്തത് കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. ഐ ആം സ്റ്റാർട്ട്. ഐ ആം കാണുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓപ്ഷൻ ഡി ആണ് ആറിൻറ്റ് ഐ ആണ് അല്ലേ. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് കണ്ടവർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. അടുത്തത് ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ദ CEO ആസ്ക്ഡ് രമേഷ് ഹാവ് യു ഫിനിഷ് ദ പ്രോജക്റ്റ്. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ CEO ആസ്ക്ഡ് രമേഷ് വെദർ ഹി ഹാഡ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്. ചേഞ്ച് ടു പാസീവ് വോയിസ്. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്. തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ്സ് കന്യാകുമാരി എവറി ഇയർ. അപ്പോൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. കന്യാകുമാരി ഈസ് വിസിറ്റഡ് ബൈ തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് എവറി ഇയർ. അടുത്തത് വി ഹാവ് ടു ഡാഷ് ദ മീറ്റിംഗ് ആസ് ദർ ഈസ് നോ പവർ സപ്ലൈ. അപ്പോൾ പവർ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് മീറ്റിംഗ് നീട്ടി വയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ നീട്ടി വയ്ക്കുക എന്നുള്ളതിന്റെ മീനിങ് വരുന്നത് എന്താണ്? പുട്ട് ഓഫ്. ഓപ്ഷൻ എ ആണ് പുട്ട് ഓഫ്. അടുത്ത ചോദ്യം മലയാളമാണ്. തെറ്റായ പദങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 4ഉം മാത്രമാണ് ശരി. ഓക്കെ, ഏതൊക്കെയാണ്? ഐക്യമത്യം, അതുപോലെ വലുപ്പം എന്നുള്ളതാണ്. ഇവിടെ ഐക്യമത്യത്തിൽ ഈ ക്യാ വേണ്ട, ഐക്യമത്യം എന്നുള്ളതാണ്. അതുപോലെ വലുപ്പമല്ല, വലിപ്പം എന്നാണ് പറയുക. വള്ളിയാണ് വരേണ്ടത്. അപ്പോൾ അത് രണ്ടോ ആണ് തെറ്റിപ്പോയത്. 1ഉം 4ഉം. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? 2 മാത്രമാണ്, അസ്പൃശ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് 2 മാത്രം ശരി. അടുത്തത് ആചാര്യൻ എന്ന പദം ഏത് തരം ബഹുവചന രൂപമാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2 മാത്രമാണ് ശരി. അതായത് പൂജക ബഹുവചനമാണ്. ശരിയായ മലയാള തർജ്ജമ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വിരളമായി എന്നുള്ളതാണ് കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1 മാത്രം, ചെണ്ട കൊട്ടിക്കുക, കഷ്ടപ്പെടുത്തുക. അടുത്തത് താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് മയിൽ, മയിലിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? കേഗി, ബർഹി. ഇനി ഇത് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് പൂവ് എന്ന് പറയുന്നത് കുസുമം, സൂനം അല്ലെ. ഇപ്പൊ 3 എന്ന് പറയുന്നത് ബി വരുന്ന ഒരൊറ്റ ഓപ്ഷനെ ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 3 ബി ആണ്. പിന്നെ ആമ്പൽ, ആമ്പൽ എന്ന് പറയുന്നതിന്റെ കുമുദം, കൈരവം ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കുയിൽ എന്ന് പറയുമ്പോൾ കോകിലം, പീക്കം. ഈസി ആയിട്ട് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് തല അധികം കെട്ട് ചേർത്തെഴുതിയാൽ. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ഡി ആണ് വരിക. 3 മാത്രം ശരി. എന്താ? തലക്കെട്ട് എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് ചുവരെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അതായത് 1 ബി ആണ്.
ആർജവം. ആർജവം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് കൗടില്യം. ആത്മീയം. ആത്മീയം പ്രധാനം. ദെൻ 78ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. ആർജവം. ആർജവത്തിന്റെ ഓപ്പോസിറ്റ് വരുന്നത് കൗടില്യം. ആത്മീയത്തിന്റെ ഓപ്പോസിറ്റ് ഭൗതികം. ആദാനത്തിൻ്റെത് പ്രധാനം. അതുപോലെ ആന്തരം എന്ന് പറയുന്നതിന്റെ ബാഹ്യമാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. അടുത്തത്, എത്ര ഉണ്ടായാലും അല്പത്തം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കും എന്നുള്ളതിന്റെ പഴഞ്ചൊല്ല് ഏതാണ്? അപ്പോൾ ഇതെന്താണ്? ഓപ്ഷൻ സി ആണ്. നായയ്ക്ക് സമുദ്രത്തിൽ എത്തിയാലും നക്കിക്കുടി എന്നുള്ളതാണ്. അടുത്തത്, ചുവടെ തന്നിട്ടുള്ള ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. മകളുടെ മകൻ എന്ന് പറയുന്നത് ദൗഹിത്രൻ. നമ്മൾ പഠിച്ചതാണ്. മകളുടെ മകൾ ദൗഹിത്രി, മകളുടെ മകൻ ദൗഹിത്രൻ. ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ. സഹോദരീപുത്രൻ. സഹോദരീപുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ചോദ്യങ്ങളാണ്. വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിലും ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. മഞ്ഞക്കണ്ണി തിത്തിരിയാണ്. അടുത്തത്, സൈറ്റ്സ് അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശീനം ജീവികളെ ഡാഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സംസ്ഥാന വനം വകുപ്പ്. പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക ഇനം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. വരയാട്. ചാമ്പൽ മലയെണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓപ്ഷൻ സി ആണ്. ചിന്നാർ. പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിന്റെ മൊബൈൽ ആപ്പ്. ഓപ്ഷൻ ബി. സർപ്പ. ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം ശെന്തുരുണി. IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ. നോട്ട് ത്രെട്ടൻഡ്. വന്യജീവി സംരക്ഷണ നിയമം 1972 വിവിധ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തി സംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ള ജീവികളാണ് രാജ്യത്തെ. അപ്പോൾ ഇവിടെ എല്ലാ പക്ഷികളും, എല്ലാ ചിത്രശലഭങ്ങളും, എല്ലാ സസ്തനികളും, എല്ലാ പാമ്പുകളും എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നോക്കാം. ഓക്കെ, അടുത്തത് NTCA. നമ്മൾ ഇന്നലെ ചെയ്ത 2 വീഡിയോസ് ചെയ്തതിൽ നമ്മൾ പറഞ്ഞതാണ്. NTCA എന്ന് പറയുന്നത് എന്താണ്? ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയാണ്. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിക്കുന്ന സെക്ഷൻ. ഓപ്ഷൻ ബി ആണ്. 216 ആണ് കേട്ടോ. 216. നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്. കുമരകം പക്ഷി സങ്കേതം. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ ഡാഷ് പ്രകാരം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 19. കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷ ഇനം ഏതാണ്? കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത വൃക്ഷ ഇനം ഇരുൾ. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരന്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ ബി ആണ്. 51A(G). അധിനിവേശ സസ്യം ജന്തുവിഭാഗത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കാട്ടുപന്നി, വൈൽഡ് ബോർ. അന്താരാഷ്ട്ര കടുവാ ദിനം നമ്മൾ കഴിഞ്ഞ ദിവസം സാധ്യതാ ചോദ്യങ്ങൾ ചെയ്തതിലും ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തതിലും എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ സി. ജൂലൈ 29. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വൃക്ഷത്തിന്റെ തടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കമ്പകം. അടുത്തത്, പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ്. എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 അനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് കിട്ടാവുന്ന തടവ് ശിക്ഷ. ഇതും നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 5 വർഷം. രണ്ടാമത് കൂടെ ആവർത്തിക്കുകയാണെങ്കിൽ 7 വർഷമായിട്ട് വരും. അടുത്തത്, വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 ഏതു വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാവുന്നത്? ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. വകുപ്പ് 66D വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 100 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച ഭാഗത്ത് നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങളൊക്കെ കുറേ അധികം വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും എങ്ങനെ പരീക്ഷ എഴുതി, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്